വചനചിന്ത വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മിൽ വ്യാപകമായ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഒരിക്കൽ ദൈവം ഒരു വ്യക്തിയോട് ആവശ്യപ്പെട്ടു, തൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ആ വലിയ പാറ എല്ലാ ദിവസവും രാത്രി വന്ന് പ്രാർത്ഥിച്ച് തള്ളി നീക്കണം. വിശ്വാസത്തിൽ വളരെ പുറകിലായ, വേണ്ടത്ര ബലമില്ലാത്ത ആ ദൈവവൈതൽ ഈ കർത്തവ്യം ഏറ്റെടുത്തു. എല്ലാ ദിവസവും താൻ പ്രാർത്ഥനയോടെ സർവശക്തിയും എടുത്ത് ആ പാറ തള്ളി നീക്കുവാൻ ശ്രമിക്കുന്നു. വർഷങ്ങളെടുത്തുവെങ്കിലും ആ പാറ ഒരു ഇഞ്ച് പോലും മാറിയില്ല. അന്ന് രാത്രി സാത്താൻ ആ വ്യക്തിയോട് ഇടപെട്ടു. നീ എത്ര നാളായി ഈ പാറ തള്ളി നീക്കുവാൻ ശ്രമിക്കുന്നു? ആ പാറ ഒരു ഇഞ്ച് പോലും മാറിയില്ലല്ലോ. ദൈവം നിന്നോട് പറഞ്ഞ ഈ കല്ല് ഇതുവരെ അവിടെ തന്നെ ഇരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? നിന്റെ വിശ്വാസം വെറും വ്യർത്ഥമാണ്. ഈ പാറ ഒരു നാൾ മാറുകയില്ല. ഈ പ്രശ്നം എന്നും ഇവിടെ തന്നെ കാണും. ആ ദൈവവൈതൽ ആകെ അന്ന് തളർന്നു. തൻ്റെ ജീവിതം കൊണ്ട് ഒരർത്ഥമില്ല. തൻ്റെ പ്രാർത്ഥനയെല്ലാം വ്യർത്ഥമാണ്. തൻ്റെ പ്രയത്നം വ്യർത്ഥമാണ്. അർത്ഥമില്ലാത്ത തൻ്റെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് താൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, ദൈവമേ, ഇത്രയും നാളത്തെ പ്രാർത്ഥന കൊണ്ട് ഞാൻ എന്താണ് നേടിയത്? എൻ്റെ ആ പാറ എന്ന ആ വലിയ പ്രശ്നം അവിടെ തന്നെയുണ്ട്. ഞാൻ ആകെ തളർന്നിരിക്കുന്നു. തൻ്റെ കരച്ചിലിന് മറുപടിയായി ദൈവം ആ വ്യക്തിയോട് ഇടപെട്ടു സംസാരിച്ചു. മകനെ, നീ ആ പാറയുടെ ചലനത്തെ ഓർത്ത് കലങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഒരിക്കലും ആ പാറ നീക്കുവാനല്ല ആ പ്രാർത്ഥനാ ദൗത്യം നിനക്ക് നൽകിയത്. ആ പാറ അവിടെ നിന്ന് മാറുകയില്ല എന്നെനിക്കറിയാം. എന്നാൽ നിൻ്റെ കയ്യിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, നിൻ്റെ പേശികളിലേക്ക് നോക്കിയേ, നിൻ്റെ കൈബലത്തെക്കുറിച്ച് നോക്കുക, നിൻ്റെ ഉള്ളം കരം നോക്കുക, നിൻ്റെ കൈകളുടെ ബലത്തിലേക്ക് നോക്കി. ഞാൻ നിനക്ക് ഈ ദൗത്യം നൽകിയ സമയം വരെ നീ വളരെ ബലമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. നിന്നെക്കൊണ്ട് വലിയ വലിയ കാര്യമൊന്നും ചെയ്യുവാൻ ബലം നിനക്കില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിനക്ക് ജോലി നൽകിയത്. ഈ പാറ നീക്കുക എന്നത് ഞാൻ നിനക്ക് നൽകിയ ജോലിയാണ്. എന്നാൽ ആ പാറ നീക്കുക എന്നതല്ല ഇതിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് നിന്നെ ബലമുള്ളതാക്കുവാനായിരുന്നു. ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ നിൻ്റെ ശക്തിയും ബലവും പ്രയോജനപ്പെടും. നാളെ നിൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള പരിശീലനമാണ് നിനക്ക് ലഭിച്ചത്. പാറയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്നാൽ എനിക്കാവശ്യം നിൻ്റെ ശക്തീകരണമാണ്. എൻ്റെ പൈതൽ കലങ്ങാതെ തളരാതെ ശ്രദ്ധയോടെ തല ഉയർത്തി ശക്തിയോടെ മുന്നേറുവാൻ ഞാൻ നിനക്ക് നൽകിയ ഒരു പരീക്ഷയാണിത്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടാറുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം പൂർണ്ണമായും ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. ഉത്തരം പൂർണ്ണമായും നൽകുന്നത് ദൈവമാണ്. നമ്മെ അതിലൂടെ കടത്തിവിടുക എന്നത് ദൈവിക പദ്ധതിയാണ്. ആർക്കുമില്ലാത്ത മല പോലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നാം അറിയാതെ നാം അധികം ശക്തി പ്രാപിക്കുകയാണ്. ഒരുപക്ഷെ നാം അധൈര്യപ്പെട്ടു പോകുന്ന ആ തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ എന്നും കാണും. ഒരിക്കലും മാറാതെ അതവിടെ എന്നും കാണുന്നത് പോലെ അവിടെ തന്നെ ഉണ്ടാകും. ദൈവത്തിൻ്റെ സമയം വരെ അതവിടെ തന്നെ കാണും. എന്നാൽ അതവിടെ നിൽക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്. അതവിടെ നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. അത് ദൈവഹിതമാണെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് മുന്നേറണം. ആ പ്രശ്നം നിന്നെ പണിയുകയാണ്. ആ പ്രശ്നത്തെ ശക്തിയുള്ളതാക്കുന്നു. നാളത്തെ യുദ്ധങ്ങൾക്കായി നിന്നെ തയ്യാറാക്കുവാൻ ആ തടസ്സങ്ങൾ അത്യാവശ്യമാണ്. ആ കരടിയും സിംഹവുമൊക്കെ നാളത്തെ ബലമുള്ള ഗോലിയാത്തിനെ നേരിടുവാനുള്ള ശക്തീകരണത്തിലേക്കായിരുന്നു. ആകയാൽ നന്ദി പറയുക, കൂടുതൽ ശക്തി പ്രാപിക്കുക. ഉത്തരത്തെക്കാൾ ഉപരിയായി നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ആത്മീയ മസ്തികൾ ഉറയ്ക്കട്ടെ. നിരാശയും
അധൈര്യപ്പെടലുകളും അതൊക്കെയും നീങ്ങി മാറട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ദൈവിക മറുപടിയും ഉദ്ദേശവുമുണ്ട്. 73-ാം സങ്കീർത്തന പുസ്തകം 21 മുതലുള്ള തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ? ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഭം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നമ്മുടെ സങ്കേതവും കോട്ടയും പരിചയവുമായ കർത്താവ് കൂടെയുള്ളതിനാൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.